കോഴിക്കോട് നിർമ്മാണത്തിനിടെ തോരായിക്കടവ് പാലം തകരാൻ കാരണം പാലം നിർമ്മാണത്തിലെ അഴിമതിയാണെന്ന ആരോപണം ശക്തമാകുന്നു. വീഴ്ച പരിശോധിക്കാൻ പ്രോജക്ട് ഡയറക്ടറെ പൊതുമരാമത്ത് വകുപ്പ് ചുമതലപ്പെടുത്തി. നിർമ്മാണത്തിനിടെ തോരായിക്കടവ് പാലം തകരാൻ കാരണം പാലം നിർമ്മാണത്തിലെ അഴിമതിയാണെന്ന ആരോപണം ശക്തമാകുമ്പോഴാണ് വീഴ്ച പരിശോധിക്കാൻ KRFB PMU പ്രൊജക്ട് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അടിയന്തരമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. KRFB PMU പ്രൊജക്ട് ഡയറക്ടർ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. കിഫ്ബി ഫണ്ടായതുകൊണ്ട് KRFB ആണ് ഇതിൻ്റെ വർക്ക് നടത്തുന്നത്. റിപ്പോർട്ട് ലഭിച്ച് അതിൽ പോരായ്മ ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സന്ധ്യം ചെയ്യാത്ത നിലപാടായിരിക്കും എടുക്കുക, കർക്കശ നിലപാട് ചെയ്യും. ആ പാലം അവിടെ ഒരു ജനങ്ങളുടെ ഒരു ദീർഘകാലത്തെ സ്വപ്നമാണ്. അത് പദ്ധതിക്കൊന്നും ഒരു കുഴപ്പം പറ്റില്ല. ഈ പാളിച്ചെന്നുള്ള പരിശോധിച്ചു. 23.82 കോടി രൂപ ചെലവിലാണ് കിഫ്ബി സഹായത്തോടെ 8 തൂണുള്ള പാലം നിർമ്മിക്കുന്നത്. ഇതിൽ മധ്യത്തിലുള്ള ഭാഗമാണ് ഇടിഞ്ഞു പുഴയിലേക്ക് വീണത്. 2023 ഓഗസ്റ്റ് 3 പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ ആരംഭിച്ചത്. 18 മാസം കൊണ്ട് പാലത്തിന്റെ പണി പൂർത്തിയാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അന്ന് പ്രദേശവാസികൾക്ക് ഉറപ്പുകൊടുത്തിരുന്നെങ്കിലും നിർമ്മാണ കാലാവധി നീണ്ടുപോവുകയായിരുന്നു. പാലത്തിന്റെ നിർമ്മാണത്തിന്റെ കരാർ ചുമതല PMR എന്ന കമ്പനിക്കാണ്. നിയമ പോരാട്ടത്തിലൂടെയാണ് PMR കമ്പനി ULCCക്ക് ലഭിച്ച കരാർ നേടിയെടുത്തത്. അതേസമയം മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിർമ്മാണത്തിലിരുന്ന 4 പാലങ്ങളാണ് വിവിധ ജില്ലകളിൽ തകർന്നതെന്ന ആരോപണവും ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.